കേരളത്തെ എന്നല്ല ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ഒരു വെളിപ്പെടുത്തലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ നിന്നുണ്ടായത്. ധർമ്മസ്ഥല എന്ന തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലാണ് ഏറെ കോളിളക്കമുണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്നും ധാരാളം തീർത്ഥാടകർ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ ധർമ്മസ്ഥലയിൽ പോയി അവിടെ വെച്ച് നഷ്ടപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ മറവ് ചെയ്തിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലും ഈ സാക്ഷിയായി ഇപ്പോൾ പുതിയ രംഗത്ത് വന്നിട്ടുള്ള ഈ മുൻ ശുചീകരണ തൊഴിലാളി പറയുകയുണ്ടായി. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള സ്ത്രീകൾ, കേരള സാരി ഉടുത്തവർ, സെറ്റ് സാരി ഉടുത്തവരൊക്കെ അവിടെ താൻ മറവ് ചെയ്തിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വലിയ ആശങ്കയുണർത്തുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് സർക്കാർ ആ വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കേരളത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നതിനു വേണ്ടി അവർക്ക് വേണ്ട നിയമസഹായം നൽകുന്നതിനു വേണ്ടിയൊക്കെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ SIT തന്നെ അവിടെ ഇപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ദിവസം അവിടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയ സ്പോട്ടുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അത് അവർ കുഴിച്ചെടുക്കുന്ന പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കുഴി എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മണ്ണ് കുഴിച്ചെടുക്കുന്നതിനാവശ്യമായ ഉത്തരവ് കോടതിയിൽ നിന്ന് അവർ സമ്പാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുഴിച്ചെടുക്കൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ ആ കുഴിയെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി വലിയ തോതിലുള്ള വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടോ എന്ന തരത്തിലുള്ള വസ്തുതകൾ പുറത്തേക്ക് വരാനിരിക്കുന്നു. അതേസമയം മലയാളികൾ ഉണ്ട് എന്ന് പറയുന്നത് ഈ SITക്ക് പിന്നെ കോടതി മുമ്പാകെ വെളിപ്പെടുത്തൽ നടത്തിയതുൾപ്പെടെ അദ്ദേഹം നേരത്തെ അവിടെ ആക്ഷൻ കമ്മിറ്റി ഉണ്ട്, ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിലുള്ള ആക്ഷൻ കമ്മിറ്റി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുൾപ്പെടെയുള്ളവർക്ക് ഈ പറയുന്ന അവരാണ് ഇവർക്ക് വേണ്ട സഹായവും നിയമസഹായവും ഒക്കെ ഏർപ്പാട് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അവരോട് ഈ സാക്ഷി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേരള സാരി ഉടുത്ത, സെറ്റ് സാരി ഉടുത്ത എന്ന് പറയുമ്പോൾ മലയാളികളാണ് എന്ന സാമാന്യമായിട്ടുള്ള ഒരു നിഗമനത്തിലാണ് നമ്മൾ എത്തുന്നത്. അപ്പം അങ്ങനെയുള്ള നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ എന്ന് പറയുന്നത് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഇതുവരെയുള്ള ഇടപെടലിൽ നമ്മൾ വന്നിട്ട് ഇല്ല. അതേസമയം അവിടെ ആക്രമിക്കപ്പെട്ടതിനെ സംബന്ധിച്ചുണ്ട്, തട്ടിക്കൊണ്ടുപോയതുണ്ട്, അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസങ്ങളോളം അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊരു ടെലിഫോൺ നമ്പർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സമൂഹ മനസാക്ഷിയെ മാത്രമല്ല, ഇതിൽ പെട്ട ആളുകളെ പോലും ഇപ്പോഴും അവർ ഭയത്തിൻ്റെ വലിയ വലയത്തിലാണ്. അപ്പോൾ ആ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം ശക്തരായിട്ടുള്ള ആളുകളാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ശക്തിക്ക് മുമ്പിൽ പൊരുതാനുള്ള ശേഷിയില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ തലമറവായിട്ടുള്ളത്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കൾ മുന്നോട്ട് വരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നേരത്തെ സാക്ഷിയായി വന്നിട്ടുള്ള ആൾക്ക് തൊട്ടു മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്ന ശുചീകരണ തൊഴിലാളി ഇതേപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നയാളായിരുന്നു. പക്ഷേ അയാൾ കൊല്ലപ്പെട്ടു പോയതാണ് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ആൾ തന്നെ മറ്റൊരു സംസ്ഥാനത്തേക്ക് കഴിഞ്ഞ 10 വർഷത്തിലേറെയായി മാറി താമസിക്കുകയും അവിടെ നിന്ന് തനിക്ക് ഇനിയും ഇത് വെളിപ്പെടുത്താതെ വയ്യ എന്നൊരവസ്ഥയിൽ അദ്ദേഹം പുറത്തു വരികയും ഈ വിഷയം വെളിപ്പെടുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറയാൻ ധൈര്യമുള്ള ആളുകൾ പലപ്പോഴും ഇല്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. SIT തന്നെ അവിടെ ഒരു ഹെൽപ്പ് സെന്റർ എന്നുള്ള രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളുമായി നിങ്ങൾ മുമ്പോട്ട് വരണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി അവിടെ ഉള്ളത് അനന്യ ഭട്ടിന്റെ അമ്മ കൊടുത്ത ഒരു പരാതി മാത്രമാണ്. ഇപ്പോൾ DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ബോഡി അവിടെ കണ്ടെടുക്കപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് DNA സാമ്പിളുകൾ ആവശ്യമാണ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പം നമുക്ക് അനന്യ ഭട്ടിന്റെ അമ്മയുടെ പരാതി മാത്രമാണുള്ളത്. അപ്പോൾ കൂടുതൽ ആളുകൾ, നൂറിലേറെ ആളുകൾ അവിടെ മിസ്സിംഗ് ആണ് എന്ന പേരിൽ അവിടെ ഇപ്പോൾ ഈ കേസ് FIR ഇട്ട അവിടുത്തെ SP അജിത്ത് തന്നെ അവിടെ രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 100-ലേറെ അവിടെ മിസ്സിംഗ് കേസ് അവിടെ ഉണ്ട്, പോലീസ് സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തിയതുണ്ട്. ബൈത്തങ്ങടി പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ധർമ്മസ്ഥലയിലാണെങ്കിലും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു. അപ്പോൾ അവരൊക്കെ രംഗത്ത് വരേണ്ടതുണ്ട്, അവർ മുന്നോട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് സെന്റർ അവിടെ SIT തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന് കേരള കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിലുണ്ട്, ഉൾച്ചേർന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ട് വരാനും അവർക്ക് വേണ്ട നിയമസഹായം ചെയ്യാനും ആരെങ്കിലും ഒരാൾ വേണമല്ലോ. അതുകൊണ്ടാണ്
കേരളത്തിൽ ഇത്തരത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ധർമ്മസ്ഥലം സന്ദർശിച്ചു. ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളുമായി സംസാരിച്ചു. അവിടെ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചു. അപ്പോഴാണ് അനീഷ് എന്ന് പറയുന്ന ഒരാൾ തൻ്റെ പിതാവ് അവിടെ ആക്രമിക്കപ്പെട്ടുവെന്നും പിറകിൽ നിന്ന് വാഹനമിടിച്ച് മരണപ്പെട്ടതായിട്ടാണ് കേസെങ്കിലും ഹിറ്റ് ആൻഡ് റൺ എന്നുള്ള രീതിയിൽ ആ കേസ് റൈറ്റ് ഓഫ് ചെയ്തതാണ്. പക്ഷേ അത് ഈ തരത്തിൽ കൊല ചെയ്യപ്പെട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന വിഷയം പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് മുന്നോട്ട് വരുന്നത്. അതേസമയം അദ്ദേഹം അവിടെ ചെന്ന് 8 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം അദ്ദേഹം ധർമ്മസ്ഥലയിലെത്തുന്നത്. പക്ഷേ അവിടെ വെച്ച് തന്നെ അയാൾ അവിടെ എത്തി എന്നുള്ള വിവരം പുറത്തു വന്നതോടുകൂടി അദ്ദേഹത്തിന് പല സന്ദേശങ്ങളും വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഞങ്ങൾ കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളോടൊപ്പമാണ് ഈ അനീഷ് വരികയും ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയുടെ സഹായത്തോടു കൂടിയാണ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന് ഭീഷണിയുണ്ട് എന്ന പേരിൽ അവിടെ ഒരു പരാതി കൊടുക്കുകയും അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇതിൽ ആവശ്യമായ സഹായം, നിയമസഹായം ഉൾപ്പെടെ നൽകുക എന്നതിനോടൊപ്പം ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു വിഷയത്തിൽ എന്തെങ്കിലും പറയാൻ പോലും രംഗത്ത് വരാൻ മടിക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട്. ഇത്തരമൊരു ക്രിമിനൽ ആക്ടിവിറ്റി, ഈ തരത്തിൽ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഇനി ഇന്ത്യയിൽ എവിടെയും നടക്കാനുള്ള അവസരം ഉണ്ടാകരുത്. അതിന് സമൂഹത്തെ ജാഗ്രതാക്കുന്നതിനും സമൂഹം അതിനുവേണ്ടി ശക്തരാകുന്നതിനുമുള്ള പ്രയത്നം പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ആക്ഷൻ കമ്മിറ്റി കരുതുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഫോൺ നമ്പർ ഞങ്ങൾ പുറത്തുവിടുന്നത്. ആ ഫോൺ നമ്പറിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിയമസഹായം ഉൾപ്പെടെയുള്ള സഹായം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതിലെ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച നമുക്കൊരു സഹോദരി ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ണൂരിൽ പോയിരുന്നു. കണ്ണൂരിലെ അവരുടെ സഹോദരനെ കുറച്ച് ദിവസം കാണാതാവുകയും അപ്പം അതിനുശേഷം അവർ നിരവധി തവണ പോലീസ് സ്റ്റേഷനിലൊക്കെ ബന്ധപ്പെട്ടിട്ടും ഒരു നടപടിയില്ല എന്നുള്ള രീതിയിൽ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് സഹോദരനെ ഒരാഴ്ചക്ക് ശേഷം വളരെ വിഷമകരമായ രീതിയിൽ സൈഡിൽ നിന്ന് കണ്ടെത്തുകയും റോഡ് സൈഡിൽ നിന്ന് ഒരു മാസത്തിന് ശേഷം റോഡ് സൈഡിൽ നിന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം ഇവർ കൊണ്ടുവന്നു പിന്നീട് പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കകം മരിച്ചു പോവുകയും ചെയ്തു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അപ്പം തന്നെ അവരെ കൊണ്ട് നിയമപരമായി നടപടിയെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് ഇതിലൊരു ഭയം വന്നതുകൊണ്ട് നമ്മൾ വെളിപ്പെടുത്തൽ നടത്തിയവര് വീഡിയോ ചെയ്തു. പക്ഷെ പിന്നീട് അവർ ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ഭയപ്പെടുന്നു, കേസ് കൊടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പൊ തന്നെയാണ് അവർ തന്നെ മൊഴി അവർ വീഡിയോ ചെയ്തു, ഞങ്ങളോട് സംസാരിച്ചു. പിന്നെ അതേപോലെ തന്നെ താമരശ്ശേരിയിൽ നിന്ന് ഒരാള് ജോലി സംബന്ധമായിട്ട് ഈ സ്ഥലത്ത് പോയപ്പോൾ അയാളെ കാണാതാവുകയും ബന്ധുക്കള് അതുമായിട്ട് ഇടപെട്ട് പോലീസുമായിട്ട് ഇടപെട്ട് എന്നിട്ട് അയാൾ ദിവസങ്ങളോളം കാട്ടിൽ ഒളിച്ച് താമസിച്ച് രക്ഷപ്പെട്ട് വരികയും ചെയ്തൊരു സംഭവം കൂടിയുണ്ട്. അപ്പൊ അതിൽ നിർമ്മല എന്ന് പറയുന്ന ലേഡി നടത്തിയ വെളിപ്പെടുത്തലിലെ ഏറ്റവും ഗുരുതരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു തീർത്ഥാടനത്തിന് വേണ്ടിയാണ് ധർമ്മസ്ഥലയിലേക്ക് അവരുടെ സഹോദരൻ വരുന്നത്. അവിടെ അദ്ദേഹം മിസ്സിംഗ് ആവുന്നു. ഇവർ അന്വേഷിച്ചു പോയപ്പോൾ ബോംബെ പോലീസിന്റെ സഹായത്തോടു കൂടി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി കർണാടക പോലീസിന്റെ ബന്ധപ്പെടുത്താതെ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പറയുന്ന കക്ഷികളെ പിടിക്കുന്നു, ഐഫോൺ ഉൾപ്പെടെ പിടിക്കുന്നു. എന്നിട്ട് അവരെ കൂട്ടി പോകുമ്പോൾ കാട്ടിനുള്ളിൽ ചെന്നിട്ട് അവർ 3 മൃതദേഹങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഒന്ന് തൂക്കിയിട്ട നിലയിൽ, ഒന്ന് മണ്ണിൽ കിടത്തിയിട്ട നിലയിൽ, മറ്റൊന്ന് ഒഴുകുന്ന അരുവിക്ക് സമീപം അഴുകിയ നിലയിൽ 3 മൃതശരീരങ്ങൾ, നിങ്ങൾ ഇതിലേതാണ് എന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം അഴുകി ആ രീതിയിലായിട്ടുണ്ട്. അതിൽ നിന്നൊരു സാമ്പിൾ എടുത്തുകൊണ്ട് DNA പരിശോധനയ്ക്ക് ഈ കുടുംബം അയക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അവിടെ കൂട്ടിയിടുന്ന അന്ന് അവിടെ നിൽക്കുന്ന പോലീസുകാരും ഇത്തരം വിഷയങ്ങൾ ഇവർ ചൂണ്ടിക്കാണിച്ചതിന് പിന്നെയാണ് ആ ഡെഡ് ബോഡിയുടെ അടുത്ത് വരുന്നത്. ആ രീതിയിലൊരു സാഹചര്യം നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ്. അപ്പൊ ഇങ്ങനെ ചെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു മോർച്ചറിയിലാണ് നമ്മൾ പോയിട്ട് ഈ പറയുന്ന ഡെഡ് ബോഡികൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുള്ളത്. പക്ഷേ പബ്ലിക് പ്ലേസിൽ ഈ പറയുന്ന തരത്തിലുള്ള കർണാടക ഗവൺമെന്റിന്റെ കീഴിലുള്ള കാട്ടിൽ ഈ മൃതദേഹങ്ങൾ ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ അവർ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് പോലും ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്യുന്നതിന്
ധൈര്യം പോരാ എന്നുള്ളതാണ്. അനന്യ ഭട്ടിന്റെ അമ്മ ഉൾപ്പെടെ നമ്മളതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കണം. ഈ ഒരു വിഷയത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കുമ്പോഴാണ് അനന്യ ഭട്ട് എന്ന് പറയുന്നവർ ഒരു സാധാരണ സ്ത്രീയല്ല. CBIയിൽ ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫായി കൽക്കത്തയിൽ ജോലി ചെയ്തിരുന്നവരാണ്. അവർക്ക് പോലും ഈ നടപടിക്ക് മുന്നോട്ട് വരാൻ എനിക്ക് അവരുടെ ഭൗതിക ശരീരത്തിന്റെ അവശിഷ്ടം കിട്ടിയാൽ മതി, എനിക്ക് ഫൈനൽ റൈറ്റ്സ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്, എനിക്ക് വേറെ പരാതികളില്ല എന്ന് അനന്യ ഭട്ടിന്റെ അമ്മ പോലും പറയുന്ന സ്ഥിതിയിലേക്കാണ് അവിടെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളുള്ളത്. ഞാൻ പറയുന്നത് ഭീതിയാണ് അവിടെ ചുറ്റും നിഴലിക്കുന്നത്, ഭീതിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ ഭീതി അകറ്റുക എന്നതാണ് ഒരു പൗരസമൂഹത്തിന് ചെയ്യാനുള്ളത്. അതിനുവേണ്ട സഹായം ചെയ്യുക, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള വിഷയത്തിന് സഹായം ചെയ്യുക എന്നതാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് വരുന്നതെന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും വരുന്നുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ, ഭാരതത്തിലെ പൗരൻ എന്ന നിലയിൽ, നമുക്ക് നിലവിൽ ഒരുപാട് വിഷയങ്ങൾ ഇടപെടുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മുടെ സഹോദരന്മാരടക്കം നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട് കുഴിച്ചുമൂടി എന്ന് പറയുമ്പോൾ നമ്മളത് അറിയുമ്പോൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കാതിരിക്കുക? അതുകൊണ്ട് തന്നെയാണ് നിയമങ്ങൾ വശത്തിൽ തന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും പരാതികൾ നൽകാനുമുള്ള അവസരങ്ങൾ വിനിയോഗിക്കുക. ഇതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ള ഒരു പൗരധർമ്മമാണ് എന്റെ സുഹൃത്തുക്കളും ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാളികൾ ഉണ്ട് എന്നുള്ള അത് പിന്നെ ശുചീകരണ തൊഴിലാളിയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ട്. അത് നമ്മൾ അതേ പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നതിൽ നമ്മുടെ മലയാളികൾക്ക് അതിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതും, ചില ആളുകളൊക്കെ വളരെ ഭയത്തിലാണുള്ളത്, ഇത് പുറത്ത് പറയാത്തത് എന്നുള്ളതും ഞങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ധൈര്യം കൊടുക്കുക എന്നുള്ള ഒരു സംവിധാനം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് ധൈര്യം കൊടുക്കുകയും അവർക്ക് നിയമസഹായം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ മനാഫ് ചെയർമാനായിരിക്കുന്ന ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം. അത് തന്നെയാണ്. നമ്മൾ പറയില്ല, ഒരു പൗരന് നാട്ടിൽ നടക്കുന്ന ഒരു വിഷയങ്ങളിൽ അത് ഒരു ജാതിയോ മതമോ നോക്കാതെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും അതിൽ നിയമവശം നോക്കി പ്രവർത്തിക്കാനുമുള്ള ഭാരതത്തിലെ പൗരന്റെ അവകാശങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ പല ആളുകളും പറയുന്നത് പോലെ എന്തോ ഗൂഢാലോചന നടത്തുന്നു, അതുപോലെ തന്നെ വേറെന്തോ പേരുധാരിയാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഒരു പൗരന്മാർ എന്ന നിലയിൽ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ബന്ധിപ്പിക്കുന്നില്ല. ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വക്കീലൊക്കെ ആയിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് അവർക്ക് ഏത് രീതിയിലാണോ നിയമസഹായം നൽകാൻ സാധിക്കുക എന്നുള്ളത് കൃത്യമായി പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുക. അത് പിന്നെ ഒരു 3-4 വർഷത്തിന്റെ ഒരു ഗ്യാപ്പാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്കത് ആ വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഒരുപാട് കോളുകളൊക്കെ എങ്ങനെയൊക്കെ വരും, പല രീതിയിലും അവർ പരാതി കൊടുത്തതാണ്. അതിന്റെ അത് പിന്നെ ആ ഏരിയയിലുള്ള പിന്നെന്താ ധർമ്മസ്ഥലത്തുള്ള സ്റ്റേഷനിൽ കൊടുത്തിട്ടും അവരും കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പിന്നെ നിലവിൽ അവരൊരു ചികിത്സയുടെ എന്തോ ഭാഗമായിട്ട് ഇപ്പൊ നാട്ടിലില്ല. അപ്പൊ അവരുമായിട്ട് അടുത്ത കേന്ദ്രങ്ങളാണ് എന്നോട് സംസാരിച്ചത്. നാളെ ഞങ്ങൾ അവർ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് പറയാനുള്ളത് പൊതുജന മധ്യത്തിൽ പറയാനുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കും. പരാതികൾ ഇടപെടാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭാരതത്തിന്റെ ഭരണഘടനയും ഭാരതത്തിലെ പൗരനുള്ള ഒരു അവകാശവും സംരക്ഷിക്കപ്പെടണ്ടേ? നമുക്ക് പിന്നെ ഈ കോഴിക്കോടുള്ള എനിക്ക് കർണാടകയിലുള്ള ഒരു വിഷയത്തിനെ പറ്റി പറഞ്ഞുകൂടാ, പരാതി കൊടുത്തുകൂടാ എന്നുണ്ടോ? അങ്ങനെ ഒരു നിയമം നിലവിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് പറയാനുള്ളത്, ഗാഗ് ഓർഡർ എന്ന് പറയാവുന്ന മാധ്യമ വിലക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കർണാടകയിൽ പരാതി സമർപ്പിക്കുകയും ഏതാണ്ട് 12,000-ലധികം URL അടക്കം കണ്ടന്റുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ഉത്തരവ് കോടതിയുടെ ഭാഗമായിട്ട് വരികയുണ്ടായി. മാധ്യമ വിലക്കാണ്. കർണാടകയിലെ മാധ്യമങ്ങൾ ഈ വിഷയം തമസ്കരിക്കുകയാണ്. ഒരു വാർത്തയും പുറത്തു വരുന്നില്ല. ഏതാണ്ട് 380 നമുക്ക് ആ വിലക്കിനെതിരായി സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി അത് ഹൈക്കോടതിയിൽ പരിഗണനയ്ക്ക് വിടാൻ പറയുകയും ആ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച്
കർണാടകയിലെ 1000-ലധികം അഭിഭാഷകർ ഒപ്പിട്ടൊരു കേവിയറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് തീരുമാനം വരാൻ നിൽക്കുന്നു. ഞാൻ പറയുന്നത് അതല്ല, ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് നമ്മൾ കേരളത്തിലെ ജീവിക്കുന്ന പൗരന്മാരാണ്, നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, ഇതിനോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഇതിനെ സംബന്ധിച്ച് വാർത്ത ചെയ്യണം. പക്ഷേ കർണാടകയിൽ ഇതിനെ സംബന്ധിച്ച് വാർത്ത ചെയ്യാൻ കഴിയുന്നില്ല. ഇനി കേരളവുമായി നമ്മൾ ഇതിനെ എങ്ങനെ ബന്ധപ്പെടുത്തുന്നു എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളവുമായി ബന്ധപ്പെടുത്തുന്നത് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ നമ്മളവിടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 2016 ശേഷമുള്ള 6 വർഷത്തിനിടയിൽ സ്ത്രീകൾ മാത്രം നഷ്ടപ്പെട്ടത്, ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടത് 43,272 ആണ്. അതിൽ 7% പേര് ഇനിയും കണ്ടെത്തിയിട്ടില്ല. അതിൽ തന്നെ 300 ചില്ലുവാനും വരുന്ന പെൺകുട്ടികളാണ്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് നഷ്ടപ്പെട്ടുള്ളത്. ഏതാണ്ട് 4000-ഓളം വരുന്ന സ്ത്രീകൾ, ഫീമെയിൽ, ഈ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് തിരിച്ചു കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, നിയമത്തിന്റെ മുമ്പിൽ നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ കടന്നു ചെല്ലുന്ന ഒരു സ്ഥലമാണ് ധർമ്മസ്ഥല. അവിടേക്ക് പോയിരിക്കാൻ ഇടയുണ്ട് എന്ന് സങ്കല്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന, ആശങ്കപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പെട്ടിട്ടുണ്ടാകാൻ ഇടയുണ്ട് എന്ന് ഊഹിക്കാനേ പറ്റൂ. അതല്ലാതെ നമ്മുടെ മുമ്പിൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള തെളിവ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴില്ല. അതിന് രംഗത്ത് വരണം. പരാതി ഓൾറെഡി മിസ്സിംഗ് ആണല്ലോ. അപ്പം ജസ്ന, കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ജസ്ന എവിടെയാ അവസാനത്തെ ഇൻഫർമേഷൻ നമുക്കുള്ളത്? ബംഗളൂരുവിൽ പിന്നെ അവസാനിച്ചു എന്നാണ്. അവിടുന്ന് അങ്ങോട്ട് ഇൻഫർമേഷൻ ഇല്ല. ഞാൻ പറഞ്ഞത് അതിനുശേഷം ഉണ്ടെങ്കിൽ, ഇൻഫർമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ കേസ് മൂവ് ചെയ്യുമായിരുന്നു. പക്ഷേ ജസ്നയെ പോലുള്ള വിഷയം കേരളത്തിൽ അത്രമാത്രം ചർച്ച ചെയ്തിട്ടും നമുക്കതിന്റെ തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ നഷ്ടപ്പെട്ടു പോയവർ എവിടേക്കാണ് പോയത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി അന്വേഷിക്കല്ലോ. ഇത് ഇങ്ങനെയൊരു മാസ് ബറിയൽ നടന്നിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ വൻതോതിൽ 1000-കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഒരു കേന്ദ്രത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ധാരാളം തീർത്ഥാടകർ എത്താൻ ഇടയുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സാക്ഷി, അതിൽ ഞാൻ കുഴിച്ചിട്ട മൃതശരീരങ്ങളിൽ കേരള സാരി ഉടുത്ത, സെറ്റ് സാരി ഉടുത്ത സ്ത്രീകൾ, യുവതികൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ വേറെന്താ വേണ്ടത്? അതിലപ്പുറം എന്താണ് SIT പിന്നെ അന്വേഷിക്കുന്നത്? അത് തന്നെയാണ് SIT അന്വേഷിക്കുന്നത്. അപ്പൊ അതിൽ സഹായിക്കുക എന്ന് പറയുന്നത്, കേരളത്തിൽ നിന്ന് പോയ ആളുകൾ ആരെങ്കിലും ഇതുവരെ മുന്നോട്ട് വരാത്തവരുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരണം, നിർഭയമായി മുന്നോട്ട് വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിർഭയ കേസിൽ നമ്മൾ കണ്ടു, ഒരു ഇരയുടെ പേര് പുറത്തുവിടരുത് എന്നാണ് മാധ്യമങ്ങളോട് അറിയിക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഗാഗ് ഉത്തരവ് പറയുന്നത് വേട്ടക്കാരുടെ പേര് പുറത്തുവിടരുതെന്നാണ്. അത് ചെറിയ കാര്യമല്ല. മാധ്യമ വിലക്ക്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള ചാനലുകൾ നിയന്ത്രിക്കുന്നു. ഈ പറയുന്ന പേര്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ പേര്, ഇതൊന്നും പുറത്തു വരാൻ പാടില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന ഇരയാണോ വേട്ടക്കാരനാണോ നീതി അർഹിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇരയോടൊപ്പം നിൽക്കുക എന്ന സമീപനമാണ്, അല്ലെങ്കിൽ അങ്ങനെ ബാധിക്കപ്പെട്ടവരോടൊപ്പം നിൽക്കുക എന്ന സമീപനമാണ് പൊതുസമൂഹത്തിന് സ്വീകരിക്കാനുള്ളത്, മാധ്യമ ലോകത്തിന് സ്വീകരിക്കാനുള്ളത്. ഈ പറയുന്ന പരിഷ്കൃത ജനതയ്ക്ക് അതേ സ്വീകരിക്കാൻ പറ്റൂ. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ പോയിരിക്കാം എന്ന നിഗമനം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ആശങ്ക ദൂരീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്. അല്ല, ഈ ഡാറ്റ എന്ന് പറയുന്നത് 183 സ്റ്റേറ്റ്മെന്റ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ. നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് 24 അംഗ പോലീസ് ടീമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് DGP തലത്തിൽ, ചെറിയ കാര്യമല്ലല്ലോ, അനുബന്ധമായ വിഷയമാണ്. കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവരുടെ കണക്ക് നമ്മുടെ മുമ്പിൽ. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന്, അതായത് കർണാടക വരെ എത്തി നിൽക്കുന്ന എത്ര കേസുകളുണ്ട്? ഇങ്ങനെ ഒരു പഠനത്തിന്റെ ആവശ്യമാണ്. അല്ലാതെ മൊത്തം കേസുകൾ ഇതാണെന്ന് പറയുമ്പോൾ അത് ഒരു ഭയം ഉണ്ടാക്കുന്ന പരിപാടിയല്ലേ? കാരണം ധർമ്മസ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവ് ആയ സ്ഥലമാണ്. ഓൾറെഡി ഇതിൽ ഭയം ഉണ്ടല്ലോ. നമ്മളൊരു ആധികാരികത ഇല്ലാതെ പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇത് ഈ മാസങ്ങളായിട്ട് ഞങ്ങളാരും പറഞ്ഞ് ഭയം ഉണ്ടാക്കിയതല്ല. നിലവിൽ ഈ കേരളീയർ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള സഹോദരിമാരെ സംബന്ധിച്ച് ഒരു ആശങ്കയും പ്രശ്നവും വന്ന സമയത്ത് ബഹുമാനപ്പെട്ട സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഇത്തരം കുട്ടികളെ കാണാതായതും കണക്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കേരളത്തിൻ്റെ പോലീസ് മേധാവിയോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആണ്, അതിനുശേഷമാണ് ഞങ്ങളെല്ലാവരും ധർമ്മസ്ഥലയിൽ സന്ദർശനം നടത്തിയത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ്, നമ്മളത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പോലീസിന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഇത് പഠിക്കേണ്ടതുണ്ട്. പരാതി സമർപ്പിച്ചിട്ടുണ്ട്, കമ്മീഷനിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇൻസിഡന്റ് അറിയുന്ന സമയത്ത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഏജൻസികൾ പരിശോധിക്കുകയും നടപടി എടുക്കേണ്ടതുണ്ട് എന്നുള്ള പൗരബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. തുടർ നീക്കങ്ങൾ ഞാൻ പറഞ്ഞത്, തുടർ നീക്കങ്ങൾ ഒരു മീറ്റിംഗ് കൂടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക.
അപ്പോൾ അതാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഒരു നിയമസഹായം നൽകുന്ന ഉൾപ്പെടെ പറയുന്നുണ്ട്. ആരൊക്കെയാണ് നിങ്ങളുടെ ഈ സംഘത്തിലുള്ളത്? ഈ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഉണ്ട്. ഈ അഭിഭാഷകർ പേരൊന്ന് പറയാമോ? ആരൊക്കെയാണ്? അത് പിന്നെ പറയുന്നതിന് പ്രശ്നമില്ല. ഞങ്ങൾ പിന്നെ അഡ്വക്കേറ്റ് റഫീഖ് ഉണ്ട്, പിന്നെ ഷമീം പക്സാൻ ഉണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ നമ്മൾ സംസാരിക്കുകയും നമ്മൾ അവരോട് നിയമോപദേശം ചെയ്യുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ട്.